ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് പ്രിഡിക്ഷൻ ആണ് ചെയ്യുന്നത്. ലോജിസ്റ്റിക് റിഗ്രഷൻ ട്രെയിൻ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മോഡൽ എന്താണ്? ലോഗ് പ്രെഡിക്റ്റ്. ഇത് നമ്മൾ എക്സ് ഡാറ്റയാണ്, എക്സ് ടെസ്റ്റിനാണ് പാസ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ പ്രെഡിക്റ്റ് ചെയ്ത ഡാറ്റ. ഇത് നമുക്ക് എക്സ് ടെസ്റ്റിനെയും നമ്മുടെ വൈ ടെസ്റ്റിനെയും തമ്മിലൊന്ന് എന്ത് ചെയ്യണം, കമ്പയർ ചെയ്ത് നോക്കണം. നല്ലേ മോഡൽ എത്രത്തോളം ആക്യുറേറ്റ് ആണ് നോക്കാം. അപ്പോൾ നമ്മൾ ക്ലാസിഫിക്കേഷൻ ടൈപ്പ് പ്രോബ്ലത്തിൽ കുറച്ച് മെട്രിക്സ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് ആക്യുറസി സ്കോർ ഒന്ന് നോക്കാം. ആക്യുറസി സ്കോർ അല്ലേ ക്ലാസിഫിക്കേഷൻ ടൈപ്പിൽ നമ്മൾ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ആക്യുറസി സ്കോർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കോർ എന്ന ഫംഗ്ഷനിലേക്ക് എക്സ് ടെസ്റ്റും വൈ ടെസ്റ്റും പാസ് ചെയ്തു. ഇവിടെ ഇത് നമ്മൾ പ്രിന്റ് ചെയ്യാൻ കൊടുത്തിരുന്ന ഒരു മെസ്സേജ് ടെസ്റ്റ് ആക്യുറസി എന്നിട്ട് ഇവിടെ പെർസെൻറ്റേജ് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു കേളി പ്രൈസ് കൊടുത്താൽ ഈ കേളി പ്രൈസിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഈ ഒരു വാല്യൂ വരും. ഓക്കെ, ഇവിടെ നമ്മൾ സ്ട്രിംഗ് ഫോർമാറ്റിംഗ് മെത്തേഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്, പൈത്തണിൻ്റെ സ്ട്രിംഗ് ഫോർമാറ്റിംഗ്. അപ്പോൾ ഫോർമാറ്റിൻ്റെ എന്ന ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ മോഡൽ ഡോട്ട് സ്കോർ ഏതാണ് കമ്പയർ ചെയ്യേണ്ട, എക്സ് ടെസ്റ്റും വൈ ടെസ്റ്റും കമ്പയർ ചെയ്യാൻ കൊടുക്കാം. അതിന് ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ എത്ര ആക്യുറസി എന്ന് വരും? 99 ആക്യുറസി മീൻസ് നല്ല മോഡലാണ്. ഓക്കെ, അപ്പം ബാക്കിയുള്ള മെട്രിക്സ് നമുക്ക് പിന്നീട് ഉള്ള പ്രോബ്ലത്തിൽ നോക്കാം. ഓക്കെ, ഇവിടെ ആക്യുറസി സ്കോറാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്.